നമസ്കാരം. ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഓംകാരത്തിന്റെ പൊരുളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയം. ഓംകാരം എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്ന കാര്യം ലഘുവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം വിഷയം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഒക്കെ എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകും. നമുക്ക് ഓംകാരത്തിന്റെ പൊരുൾ അന്വേഷിച്ചുള്ള യാത്ര ആരംഭിക്കാം. ആ ഊ മ എന്ന 3 അക്ഷരങ്ങൾ ചേർന്ന ആദിമ വാക്കാണ് ഓംകാരം. ഓംകാരത്തിൽ ഈ പ്രപഞ്ചം തന്നെ അടങ്ങിയിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഭഗവാൻ ശിവനിൽ നിന്നും സ്കന്ദനിൽ നിന്നുമൊക്കെ പരമ്പരയായിട്ട് നമ്മളിലേക്ക് എത്തിയ ആദിമ വാക്കാണ് ഓംകാരം. ബ്രഹ്മാവിന്റെ കണ്ഠത്തിൽ നിന്ന് അധ എന്ന ശബ്ദം ആദ്യം ഉണ്ടായതായിട്ടാണ് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത്. അതിനുശേഷം ഓംകാരവും. ഓം എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആ ഓം എന്ന ചിഹ്നം നമ്മളുടെ മനസ്സിലേക്കൊക്കെ ഓടി വരും. പ്രണവം എന്ന ആ മന്ത്രം ഏറ്റവും വിശേഷമുള്ള മന്ത്രമായിട്ടാണ് പറയപ്പെടുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ആ ഊ മ എന്നീ 3 അക്ഷരങ്ങളുടെ ഒരു സങ്കരമാണ് ഓംകാരം. ഓംകാരത്തിന്റെ ഓരോ അക്ഷരത്തിലും ആ ഊ മ എന്നീ 3 അക്ഷരങ്ങളിലും ഓരോ അക്ഷരത്തിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥവ്യാപ്തിയുണ്ട്. ആ ആദിമതത്വത്തെയും ഉത്കർഷത്തെയും മ മിഥി അഥവാ പരിധിയെയും ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൃഷ്ടി, സ്ഥിതി, ലയം എന്നീ 3 സംവിധാനങ്ങളും, അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളും ഒക്കെ ഓംകാരത്തിൽ അടങ്ങിയിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ പ്രതിനിധീകരണമാണ് ഓംകാരം. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഓംകാരത്തെ നമ്മളുടെ പുരാണങ്ങൾ കാണുന്നത്. ഹൈന്ദവ തത്വങ്ങളുടെ അടിസ്ഥാനമായ ബ്രഹ്മത്തിന്റെ സ്പഷ്ടവും ദർശന സംബന്ധിയുമായിട്ടുള്ള രൂപമാണ് ഓംകാരം. ഓംകാരം ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലും ആ ഓംകാര ചിഹ്നം ഓർമ്മ വരുന്നു. ഹൈന്ദവ ദർശനം കൂടാതെ സിഖ്, ജൈന, ബുദ്ധ മതങ്ങളുടെ ദർശനങ്ങളിൽ ഈ ഓംകാരത്തെ അതേ അർത്ഥത്തിൽ തന്നെ എടുത്തിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഓംകാരത്തിന്റെ അർത്ഥതലങ്ങളെ പാരാവാരമായി നമ്മുടെ ഋഷീശ്വരന്മാർ വിവരിച്ചിട്ടുണ്ടെങ്കിലും കളങ്കമില്ലാത്ത ഈശ്വരാരാധനയാണ് ഓംകാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഓംകാരം ആരാണോ ഉച്ചരിക്കുന്നത് അയാൾ തന്നിലുള്ള മൃഗീയ വാസനകളെ, തെറ്റായ ചിന്തകളെ എല്ലാം ഇല്ലാതാക്കി സ്വയം ഈശ്വരനായിട്ട് ഉയരുകയും നല്ല ഒരു ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിതം സാധ്യമാക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജീവിത വിജയം കൈവരിക്കാനുള്ള ഏറ്റവും ലഘുവായിട്ടുള്ള ഉപാധിയാണ് ഓംകാര ജപം. നമ്മളുടെ പുണ്യ പുരാണ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഓംകാര ജപത്തെ ഒക്കെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഓംകാരത്തെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓംകാര ജപത്തിന്റെ ആ മന്ത്രസാധനയുടെ ശക്തി കൊണ്ടാണ് പലപ്പോഴും ദേവേന്ദ്രൻ അസുരന്മാരിൽ നിന്നും രക്ഷ നേടിയിരുന്നത് എന്നുള്ളത് പുരാണത്തിൽ പല പല കഥകളിലൂടെ നാം അറിഞ്ഞിട്ടുള്ളതാണ്. ഇക്കാര്യം അഥർവവേദത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ബ്രഹ്മത്തെ അറിയാനായിട്ട് ഓം ജപം ഉപയോഗിക്കുക എന്ന് യജുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓംകാരത്തെ കടോപനിഷത്തിൽ പരബ്രഹ്മമായിട്ടാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. മുണ്ടകോപനിഷത്തിൽ ഓംകാര ജപത്തെ പരമാത്മാവുമായിട്ട് താദാത്മ്യം പ്രാപിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഓംകാരം താൻ തന്നെയാണ് എന്നുള്ളതാണ്. ഓരോ രൂപങ്ങളിലും ഏറ്റവും പ്രധാനിയായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ സ്വയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ശബ്ദത്തിൽ ഓംകാരം ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈശ്വരനെ ഭജിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ടും ഓംകാര ജപത്തിലൂടെയും ഓംകാര ധ്യാനത്തിലൂടെയും ഒരു മനുഷ്യന് അത്യുന്നതമായിട്ടുള്ള തലങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടുപോയി മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് എന്ന് പതഞ്ജലി മഹർഷി തൻ്റെ പതഞ്ജല സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ഈശ്വര പ്രതീകമായിട്ട് ഓംകാരത്തെ സങ്കല്പിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഓംകാര മന്ത്രജപവും ധ്യാനവും ഒക്കെ ചെയ്തുകൊണ്ട് സമാധി അടയാൻ പോലും കഴിയുമെന്ന് രമണ മഹർഷിയും മറ്റു മഹർഷികളും ഒക്കെ വ്യക്തമായിട്ടുണ്ട്. അത് ഉദാഹരണ സഹിതം നമുക്ക് കാട്ടിത്തന്നിട്ടുമുണ്ട്. ആധുനിക കാലത്തിൽ രമണ മഹർഷിയെ കൂടാതെ സ്വാമി വിവേകാനന്ദനും
അരവിന്ദ മഹർഷിയും ഒക്കെ നമുക്ക് ഓംകാരത്തിന്റെ പൊരുളിന്റെ അർത്ഥങ്ങൾ പ്രായോഗിക തലത്തിൽ നമ്മളെ മനസ്സിലാക്കി വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഓംകാര ജപത്തിലൂടെ നമ്മുടെ നാഡീ വ്യവസ്ഥയെയും കുണ്ടലിനി ശക്തിയെയും ഒക്കെ ഉത്തേജിപ്പിച്ച് അതീന്ദ്രിയമായ തലങ്ങൾ നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് ഇപ്പോൾ ആധുനിക ശാസ്ത്രവും വിദേശികളും ഒക്കെ അതിന്റെ പ്രാധാന്യം സമ്മതിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആദിയും അന്തവുമില്ലാത്ത വാക്കായിട്ട് ഓംകാരത്തെ കണ്ടുകൊണ്ട് അത് അംഗീകരിക്കുവാൻ വൈദേശികരായിട്ടുള്ള ആളുകൾ പോലും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതിനെ അവർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അറിവില്ലാത്ത പല ഭാരതീയരും ഇപ്പോഴും ഓംകാരത്തെ ഒരു മതചിഹ്നമായി കാണുകയും അതിന്റെ ഈശ്വരീയമായ അതിന്റെ ചൈതന്യത്തെ തന്നിൽ നിന്ന് അകറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓംകാരത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് അവർ അറിയാതെ പോയിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. ഓംകാര ജപം കൊണ്ടും ധ്യാനം കൊണ്ടുമൊക്കെ വളരെയേറെ വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും കാണാവുന്നതാണ്. ഓംകാരവും ഈശ്വരനും ഒന്നു തന്നെയാണ് എന്നുള്ള കാര്യം സ്പഷ്ടതയോടെ പറയുകയാണ്. ഓംകാര ജപത്തിലൂടെ നമുക്ക് അതീന്ദ്രിയമായ ശക്തികൾ നേടിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഓംകാരത്തെ നിത്യം ജപിക്കുക. നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഈശ്വരനെ ഉപാസിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. ഏറ്റവും പ്രാധാന്യമേറിയതും പ്രയോജനകരവുമായിട്ടുള്ള മാർഗമാണ് ഓംകാര ജപം. ഓം മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ, നമ്മളുടെ സ്വഭാവത്തെ, രൂപീകരണത്തെ ഒക്കെ വളരെ ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും, ഈശ്വര വിശ്വാസികളും ഓംകാര ജപത്തെ ശീലമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.